ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം മുട്ടത്തറയിലെ പല വീടുകളിലും വെള്ളം കയറി. റോഡുകളിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് യാത്ര അസാധ്യമായിരിക്കുന്നു. ഗിരീഷ് ചേരുന്നുണ്ട് അല്ലേ? അതെ, ഗിരീഷ്, ഗുഡ് മോർണിംഗ്. അവിടെ ഈ വെള്ളക്കെട്ട് പ്രശ്നം പലയിടത്തും വലിയ രൂക്ഷമായ ഒരു പ്രശ്നമാണ്. മാത്രമല്ല, ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ രോഗസാധ്യതയും കൂടുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരത്തിലെ ഏതാണ്ട് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ഭാഗങ്ങളെല്ലാം തന്നെ വെള്ളത്തിനടിയിലായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം മാത്രം നിന്ന മഴയിലാണ് ഇത്രയും ഗുരുതരമായ വെള്ളക്കെട്ട് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. പല വീടുകളിലും വെള്ളം കയറി, റോഡുകളിൽ വെള്ളം കയറി. ഇതിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മുട്ടത്തറയിൽ നിന്ന് കൃത്യമായി പറഞ്ഞാൽ ശ്രീവരാകത്ത് നിന്ന് മുട്ടത്തറയിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് നേരെ പോകുന്നത് ബൈപ്പാസ് റോഡിലേക്കാണ്. പക്ഷേ ഈ റോഡിൽ ഇപ്പോൾ യാത്ര അസാധ്യമായിരിക്കുകയാണ്. വാഹനങ്ങളൊന്നും തന്നെ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം. നാട്ടുകാർ നിന്ന് ഈ പ്രദേശത്തേക്കുള്ള വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്ന ഒരവസ്ഥയാണുള്ളത്. കാരണം ഈ പലയിടത്തായിട്ട് താഴ്ന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളെല്ലാം തന്നെ തകരാറ് സംഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ജനങ്ങൾക്ക് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. കാരണം വീടുകൾക്ക് ചുറ്റും വെള്ളം കയറിയിരിക്കുകയാണ്. കടകൾ തുറക്കാൻ പറ്റാത്ത അവസ്ഥ, കടകളിലെല്ലാം തന്നെ വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളം കയറി ഇന്നലെ രാത്രി 12 മണിക്ക് ചെയ്ത് ഒരു മണിക്കൂർ പെയ്ത റേഷൻ കടയാണ്. ഇതിനകത്ത് മൊത്തം വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അട വെച്ചിട്ട് പോലും രാത്രി വണ്ടികൾ പോവുകയാണെന്നുള്ള ഇതാണ്. പിന്നെ ഇപ്പോൾ ഇപ്പുറത്ത് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ വിനായക നഗർ, താവലോട് ഈ പ്രദേശങ്ങളിലെല്ലാം ഇടുപ്പോളം വെള്ളത്തിലാണ് കംപ്ലീറ്റ്, വീട്ടിനകത്തെല്ലാം. എന്താണ് ഇതിന് ഒരു വെള്ളക്കെട്ടിന് എല്ലാ വർഷം, കഴിഞ്ഞ വർഷവും ഇതുപോലെ. അതിന് മുമ്പിൽ പക്ഷേ വൃത്തിയാക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്, ഓടയെല്ലാം വൃത്തിയാക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ഇവിടെ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു മഴ വരുമ്പോഴത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരാണ്. എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാ, ഇങ്ങനെ അരുവി പോലെ വരെയാണ് സംഭവം. സ്മിത, ക്രിസ്റ്റീന, ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. സ്ഥിരമായി ഇവിടെ വെള്ളക്കെട്ടുണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. എന്താണ് കാരണം എന്നുള്ളത് ഇപ്പോഴും നഗരവാസികൾക്ക് പിടികിട്ടുന്നില്ല, കോർപ്പറേഷനും പിടികിട്ടുന്നില്ല. കൃത്യമായി ഓടകളൊക്കെ വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മഴ പെയ്താൽ ഇവിടെ യാത്ര അസാധ്യമാകുന്നു, ജീവിതം ദുസ്സഹമാകുന്നു. സ്മിത. ശരി ഗിരീഷ്, ഏതായാലും പെട്ടെന്ന് തന്നെ ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ആദ്യം കാണട്ടെ. പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളൊക്കെ പകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കാലിലൊക്കെ അഴുക്കുജലം വന്നു കഴിഞ്ഞാൽ വല്ല മുറിവുണ്ടെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ വരാനുള്ളൊരു സാധ്യത ആ രീതിയിലുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. പി എ ഗിരീഷാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.